ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇത് +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് സൊല്യൂഷനും പിന്നെ കുറച്ച് കോൺസെൻട്രേഷൻ ടേംസുമാണ് പഠിച്ചത്. അതിൽ മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ അങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ പഠിച്ചായിരുന്നല്ലോ. അതിൽ നിന്ന് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഈ ചാപ്റ്ററിലെ മൊത്തം പ്രോബ്ലംസ് എല്ലാം ചേർത്തുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഹെൻറീസ് ലോസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് സോല്യൂബിലിറ്റി എന്താണെന്ന് പഠിക്കാം. ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. നല്ലപോലെ അലിയിക്കുക. ഇപ്പോൾ ഒരു സൊല്യൂഷനായി മാറിയിട്ടുണ്ടായിരിക്കും. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുക. അപ്പോൾ അതിനകത്തുള്ള സൊല്യൂട്ടിൻ്റെ അളവ് കൂടും. അത് നല്ലപോലെ അലിഞ്ഞു എന്ന് വിചാരിക്കുക. മൂന്നാമത് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുക. അതും നല്ലപോലെ അലിഞ്ഞു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ വാട്ടറിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിളുടെ, ഈ ഷുഗർ എന്ന് പറയുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ എമൗണ്ട് കൂടി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നാലാമത് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താൽ പഞ്ചസാര അലിഞ്ഞു എന്ന് വരില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾ ചേർത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇനി എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾ ചേർന്നാലും ആ സോൾവെൻറ്റിന് അലിയിക്കാൻ സാധിക്കില്ല. അതിൻ്റെ മാക്സിമം കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന ആ സൊല്യൂഷനെ പറയുന്നതാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി ഒരു തരി പോലും സൊല്യൂട്ട് പാർട്ടിക്കിൾ അലിഞ്ഞു ചേരില്ല എന്ന അവസ്ഥയിലുള്ള സൊല്യൂഷനെയാണെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇങ്ങനെ ഒരു സോൾവെൻറ്റിനെ കൊണ്ട് അലിയിക്കാൻ കഴിയുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ മാക്സിമം എമൗണ്ടിനെയാണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സോൾവെൻറ്റിനെ കൊണ്ട് ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയുന്ന സൊല്യൂട്ടിൻ്റെ മാക്സിമം അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ സൊല്യൂഷൻ്റെ സോലുബിലിറ്റി. അപ്പോൾ സോലുബിലിറ്റിയുടെ ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും? Solubility is the maximum amount of solute particle dissolved in a specified amount of solvent at a given temperature. എങ്കിൽ ഈ സോലുബിലിറ്റിയെയും സാച്ചുറേറ്റഡ് സൊല്യൂഷനെയും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് സോലുബിലിറ്റി എന്നുള്ള കാര്യം മനസ്സിലായി, എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും മനസ്സിലായി. എങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷനെയും സോലുബിലിറ്റിയും കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ കോൺസെൻട്രേഷനാണ് സോലുബിലിറ്റി അല്ലേ? ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ടോ അതല്ലേ സോലുബിലിറ്റി. അപ്പോൾ നമുക്ക് സോലുബിലിറ്റി എങ്ങനെ കൂടെ പറയാം? ദ കോൺസെൻട്രേഷൻ ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ സോലുബിലിറ്റിയും സാച്ചുറേറ്റഡ് സൊല്യൂഷനും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ അല്പം കൂടെ പറയേണ്ട ഒരു പോയിന്റ്, അതായത് വെള്ളത്തിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, പഞ്ചസാര മാക്സിമം അലിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി ഇതിൽ ഒരു തരി പോലും പഞ്ചസാര അലിയില്ല. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാലും ആ പഞ്ചസാര അതിനകത്തോട്ട് അലിഞ്ഞു ചേരില്ല എന്നൊരു കണ്ടീഷനെയാണല്ലോ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ മോളിക്കുലർ ലെവലിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് അതിൽ ഡിസോൾവ് ആകാതെ കിടക്കുന്ന ഷുഗർ ക്രിസ്റ്റൽസ് എല്ലാം വാട്ടറിൽ ഡിസോൾവ് ആകുകയും ഡിസോൾവ് ആയ ഷുഗേഴ്സ് എല്ലാം ക്രിസ്റ്റലായിട്ട് മാറുകയും ചെയ്യും. അതായത് അലിഞ്ചേരാത്ത ഷുഗേഴ്സ് എല്ലാം എന്തായിട്ട് മാറുന്നു? അതിൽ ഡിസോൾവ് ആകുന്നു. ഡിസോൾവ് ആയ ഷുഗർ എല്ലാം തിരിച്ച് എന്തായിട്ട് മാറുന്നു? ക്രിസ്റ്റൽസ്, ഷുഗർ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നു. ആ പ്രോസസ്സ് മോളിക്കുലർ ലെവലിൽ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്ന സൊല്യൂഷനായിട്ട് മാറും. ആ സൊല്യൂഷൻ തിരിച്ച് സോൾവെൻറ്റും സൊല്യൂട്ടായിട്ട് മാറുന്നു. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അവിടെയുള്ള ഷുഗർ ക്രിസ്റ്റൽസ് എല്ലാം ഡിസോൾവ് ആകുന്നു. ഡിസോൾവ് ആയ ഷുഗേഴ്സ് എല്ലാം ക്രിസ്റ്റൽസ് ആയി മാറുന്നു. സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്ന് സൊല്യൂഷനായിട്ട് മാറുന്ന പ്രോസസ്സാണെന്ത്? ഡിസൊല്യൂഷൻ. ആ സൊല്യൂഷൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കുന്നതാണെന്ത്? ക്രിസ്റ്റലൈസേഷൻ. ആ പഞ്ചസാര വെള്ളത്തിൽ നിന്ന് പഞ്ചസാരയെല്ലാം പുറത്തോട്ട് വരുന്നതാണെന്ത്? ക്രിസ്റ്റലൈസേഷൻ. വാട്ടറും ഷുഗറും ചേർന്ന് സൊല്യൂഷനായിട്ട് മാറുന്നതാണ് ഡിസൊല്യൂഷൻ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് ഡിസൊല്യൂഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ക്രിസ്റ്റലൈസേഷൻ. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ ഇതിനൊരു ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. എപ്പോഴാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ ഇത് എത്തിച്ചേരുക? സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം. ഈ റിയാക്ഷൻ, ഈ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എത്തി എന്നർത്ഥം. സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയമാണ് എന്നാണ് അർത്ഥം. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് സൊല്യൂട്ട്, ഏതാണ് സോൾവെൻറ്റ്? സോളിഡാണ് സൊല്യൂട്ട്, ലിക്വിഡാണ് സോൾവെൻറ്റ്. നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ സോളിഡ് ആയിരിക്കും, എടുക്കുന്ന സോൾവെൻറ്റ് ലിക്വിഡ് ആയിരിക്കും. ഈ സോലുബിലിറ്റി ഏതിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ നേച്ചറിനെയും സൊല്യൂട്ടിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പറയാനുള്ളതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്.
എല്ലാ ലിക്വിഡിലും അങ്ങനെ എല്ലാ സോളിഡും അലിഞ്ഞ് ചേരില്ല. പോളാറും മാത്രമേ അലിയുള്ളൂ, നോൺ പോളാറും മാത്രമേ അലിയുള്ളൂ. അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും പോളാർ ആണെങ്കിൽ മാത്രമേ അത് ഡിസോൾവ് ആവുള്ളൂ, അല്ലെങ്കിൽ സൊല്യൂട്ടും സോൾവെൻറ്റും നോൺ പോളാർ ആണെങ്കിൽ മാത്രമേ അത് ഡിസോൾവ് ആവുള്ളൂ. ഒരു പോളാർ ആയിട്ടുള്ള മോളിക്യൂളിനെ നോൺ പോളാറിൽ ഡിസോൾവ് ആക്കാൻ പറ്റില്ല, നോൺ പോളാർ ആയിട്ടുള്ള ഒരു സൊല്യൂട്ടിനെ പോളാറിലും ഡിസോൾവ് ആകാൻ പറ്റില്ല. ഇതിനെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ് പറയുക. ഒരു എക്സാമ്പിളിന് സാൾട്ടും ഷുഗറും വാട്ടറിൽ നല്ലപോലെ തന്നെ അലിഞ്ഞു ചേരും അല്ലേ. പക്ഷേ ഈ സാൾട്ടും ഷുഗറും ബെൻസീനിൽ അലിയില്ല. കാരണം എന്തായിരിക്കും? സാൾട്ടും ഷുഗറും എന്ന് പറയുന്നത് പോളാറാണ്, വാട്ടറും പോളാറാണ്. ഇത് രണ്ടും നല്ലപോലെ തന്നെ ഇത് സോല്യൂബിൾ ആകും. പക്ഷേ പോളാറായിട്ടുള്ള ഷുഗറിനെയും NaCl-നെയും ബെൻസീനിൽ ചേർത്താൽ ഇത് ഡിസോൾവ് ആവില്ല. കാരണം ബെൻസീൻ നോൺ പോളാറാണ്. അതേപോലെ തന്നെ നാഫ്തലിൻ, പാറ്റാ ഗുളിക എന്ന് പറയും, നാട്ടിൻപുറങ്ങളിലെല്ലാം കൂറാമുട്ട എന്ന് പറയും. അപ്പോൾ ഈ നാഫ്തലിൻ എന്ന് പറയുന്നതിന് വെള്ളത്തിൽ ചേർത്താൽ അത് അലിയില്ല. പക്ഷേ ഈ നാഫ്തലിൻ എന്ന് പറയുന്നതിന് ബെൻസീനിൽ ചേർത്താലോ CS2 ചേർത്താലോ അല്ലെങ്കിൽ CCl4 ചേർത്താലോ അലിയും. എന്തായിരിക്കും കാരണം? നാഫ്തലിൻ എന്ന് പറയുന്നത് നോൺ പോളാറാണ്, CS2 CCl4 ബെൻസിൻ എന്ന് പറയുന്നതെല്ലാം നോൺ പോളാറാണ്, അവ പരസ്പരം അലിയും. പക്ഷേ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? പോളാറായിട്ടുള്ള മോളിക്യൂളാണ്. ഈ പോളാറിൽ നാഫ്തലിൻ അലിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയെ കുറിച്ച് പഠിക്കാം. ഒരു ലിക്വിഡിൽ സോളിഡ് നല്ലപോലെ തന്നെ ഡിസോൾവ് ആവാൻ ടെമ്പറേച്ചർ കൂട്ടണോ ടെമ്പറേച്ചർ കുറയ്ക്കണോ? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആലോചിക്കും, വാട്ടറിൽ ഷുഗർ നല്ലപോലെ ചേർത്താൽ നല്ലപോലെ അലിയിക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം. ഇങ്ങനെ എല്ലാത്തിലും ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യൂബിലിറ്റി കൂടില്ല. ചിലതിൽ ടെമ്പറേച്ചർ കുറച്ചാൽ സോല്യൂബിലിറ്റി കൂടുള്ളൂ. അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് അതിലൽപ്പം NaOH ചേർക്കുക, അല്ലെങ്കിൽ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ചേർക്കുക. അത് നല്ലപോലെ തന്നെ ഡിസോൾവ് ആകുന്ന സമയത്ത് ചുറ്റും ചെറുതായിട്ടൊരു ഹീറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ആകുമ്പോൾ ഹീറ്റിനെ ഗെയിൻ ചെയ്യുക മാത്രമല്ല, ഹീറ്റിനെ ലോസ് ചെയ്യുന്നുമുണ്ട്. ഒരു ലിക്വിഡിൽ സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ചേർത്താൽ അതിൻ്റെ സോല്യൂബിലിറ്റി കൂട്ടാൻ ടെമ്പറേച്ചർ കൂട്ടണോ ടെമ്പറേച്ചർ കുറയ്ക്കണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനാദ്യം എക്സോതെർമിക് എന്താണ്, എൻഡോതെർമിക് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ, എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് ഹീറ്റ് വേണം. ഹീറ്റ് ഗെയിൻ ചെയ്താലേ കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് എല്ലാം റിലീസ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്? എക്സോതെർമിക് റിയാക്ഷൻ. ഇത് പലർക്കും മാറിപ്പോകാതിരിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഹീറ്റ് എൻ്റർ ചെയ്താലേ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ എങ്കിൽ എൻഡോതെർമിക്. ഹീറ്റ് എൻ്റർ ചെയ്താൽ എൻഡോതെർമിക്. ഹീറ്റ് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സോതെർമിക്. എൻ്റർ ചെയ്താൽ എൻഡോതെർമിക്, എക്സിറ്റ് ചെയ്താൽ എക്സോതെർമിക്. അപ്പോൾ മറന്നുപോലെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷനിലും ഏതിലാണ് ടെമ്പറേച്ചർ കൂട്ടേണ്ടത്, ഏതിലാണ് ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഹീറ്റ് ആവശ്യമാണ്. ഹീറ്റിനെ ഗെയിൻ ചെയ്തുകൊണ്ടാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. അതാണല്ലോ എൻഡോതെർമിക്. എൻഡോതെർമിക് റിയാക്ഷൻ നടക്കാൻ അവിടെ എന്ത് വേണം? ഹീറ്റ് വേണം. അപ്പോൾ എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനുകൾ കൂടുതലായിട്ട് നടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനാവശ്യമുള്ളത് ഹീറ്റാണ്, നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുത്താൽ മതി. അതായത് ഒരു ലിക്വിഡിൽ സോളിഡ് അലിഞ്ഞു ചേരുക എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ അതിൻ്റെ സോല്യൂബിലിറ്റിയും കൂടും. അതിന് എക്സാമ്പിളാണ് വാട്ടറിൽ ഷുഗർ ആഡ് ചെയ്യുക, സാൾട്ട് ആഡ് ചെയ്യുക. ഈ സമയങ്ങളിലെല്ലാം അതെന്ത് ചെയ്യും? ചുറ്റുമുള്ള ഹീറ്റിനെ വലിച്ചെടുത്തിട്ടാണ് നല്ലപോലെ അലിഞ്ഞു ചേരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുത്താൽ അതിൽ കൂടുതൽ എന്ത് ചേർക്കാം? നമ്മൾക്ക് സൊല്യൂട്ട് പാർട്ടിക്കിളെ ചേർക്കാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വീണ്ടും നമ്മൾക്ക് അതിൻ്റെ സോല്യൂബിലിറ്റി കൂട്ടാം. അതായത് കൂടുതൽ സൊല്യൂട്ട് പാർട്ടികളെ നമ്മൾക്ക് അതിൽ ഡിസോൾവ് ചെയ്തെടുക്കാം. എൻഡോതെർമിക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂട്ടണം. ഇനി അടുത്തത് എക്സോതെർമിക് റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് റിലീസ് ചെയ്യുന്നതാണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഹീറ്റ് പുറത്തോട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് അഡീഷണലായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹീറ്റ് കൊടുത്താലോ, ഇതിന് അഡീഷണലായിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ ചെയ്യുക? ആ കെമിക്കൽ റിയാക്ഷൻ അവിടെ നിൽക്കും. നേരെ തിരിച്ച് അവൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ഹീറ്റിനെല്ലാം നമ്മൾ കുറച്ചാലോ അവൻ വീണ്ടും ഹീറ്റിനെ കൂട്ടാൻ നോക്കും അല്ലേ. ഇവൻ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് പുറത്തോട്ട് ഹീറ്റ് റിലീസ് ചെയ്യണം. ആ ഹീറ്റിനെല്ലാം നമ്മൾ നല്ലപോലെ കുറച്ചാൽ, ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് സംഭവിക്കും? ഇവൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടും കൂട്ടും. അതായത് ആ കെമിക്കൽ റിയാക്ഷൻ കുറച്ചും കൂടെ വേഗത്തിലാകും. ഒരു ലിക്വിഡിൽ സോളിഡ് ചേർക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ അവൻ ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? എൻഡോതെർമിക് ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷന് ഹീറ്റ് ആവശ്യമാണ് എങ്കിൽ നമ്മൾ ഹീറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നു, അതായത് ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുക്കുന്നു.
ഇനി എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റ് അവൻ റിലീസ് ചെയ്യാണ്. അതിന് അഡീഷണലായിട്ട് നമ്മളിനി ഹീറ്റ് കൊടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഉള്ള ഹീറ്റിനെ കുറച്ചാൽ മതി. അപ്പോൾ വേഗത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് എൻഡോതെർമിക് ആണെന്നും എക്സോതെർമിക് ആണെന്നും മനസ്സിലാക്കുക. ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 സൊല്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് SOL സോൾ. ഇതിലേതാണ് എൻഡോതെർമിക്, ഏതാണ് എക്സോതെർമിക്? ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതിയിട്ട് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ അത് എൻഡോതെർമിക് ആണെന്നും എക്സോതെർമിക് ആണെന്നും നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ പറയുന്നത് ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് ആണല്ലോ. ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, 0നേക്കാളും വലിയ ക്വാണ്ടിറ്റി ആണ്, അതായത് പ്ലസ് ആണെന്ന് അർത്ഥം. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഇവിടെയോ 0നേക്കാളും ലെസ് ദാൻ ആണ്, അതായത് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് ഗെയിൻ ചെയ്യുക. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാലോ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റ് ലോസ് ചെയ്യാണ്. ലോസ് ചെയ്യുന്നതിന് മൈനസ് എന്നും ഗെയിൻ ചെയ്യുന്നതിന് പ്ലസും അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹീറ്റ് ഗെയിൻ ചെയ്യുകയാണ് എങ്കിൽ ഇതാണ് എൻഡോതെർമിക്. ഹീറ്റ് ലോസ് ചെയ്യുകയാണ്, ഇതാണ് എന്ത്, എക്സോതെർമിക്. അതായത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക് ആയിരിക്കും, എൻഡോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യാണ്, അത് എക്സോതെർമിക് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, ഒരു ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ആവണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാം. എപ്പോഴാണ് ടെമ്പറേച്ചർ കൂട്ടേണ്ടത്, എപ്പോഴാണ് ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടത്? ആ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക. ഇനി അടുത്തതാണ് പ്രഷർ. ഒരു ലിക്വിഡിൽ സോളിഡ് നല്ലപോലെ തന്നെ ഡിസോൾവ് ആവാൻ നമ്മൾ എന്താ സാധാരണ ചെയ്യുക, നല്ല പോലെ ഒന്ന് ഇളക്കും. പഞ്ചസാര എന്ന് എക്സാമ്പിളായിട്ട് എടുക്കുക, നല്ല പോലെ ഒന്ന് ഇളക്കും, അല്ലെങ്കിലോ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും. ഈ പഞ്ചസാര വെള്ളത്തിൽ നല്ലപോലെ അലിയാൻ വേണ്ടി നമ്മൾ നല്ലപോലെ പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തിട്ടും ഒരു കാര്യമില്ല. കാരണം എന്താ, ഈ ലിക്വിഡും സോളിഡും ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. ഇതിൽ നല്ലപോലെ പ്രഷർ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ പ്രഷറിന് ഒരു റോളുമില്ല. അതുകൊണ്ട് എന്താ, അത്രയും ഭാഗം നമുക്ക് പഠിക്കണ്ട. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് സൊല്യൂട്ട്, ഏതാണ് സോൾവെൻറ്റ്? ഗ്യാസ് ആണ് സൊല്യൂട്ട്, ലിക്വിഡാണ് സോൾവെൻറ്റ്. ഒരു ലിക്വിഡിൽ ഗ്യാസ് നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോലിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന് അഡീഷണലായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എല്ലാ ഗ്യാസും ഓൾമോസ്റ്റ് എല്ലാ ഗ്യാസും വാട്ടറിൽ മാക്സിമം നല്ലപോലെ അലിയും. പക്ഷേ ഓരോന്നും അലിയുന്നതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓരോന്നായിരിക്കും. അതായത് ഓരോന്നിനും അലിഞ്ഞു ചേരാനുള്ള കഴിവ് വ്യത്യസ്തമായിരിക്കും. ഒരു സോൾവെൻറ്റിൽ റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ഗ്യാസിനെയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ആ ഗ്യാസ് നല്ലപോലെ തന്നെ ആ സോൾവെൻറ്റിൽ അലിഞ്ഞു ചേരും. അതാണ് അതിനോടൊപ്പം ചേർക്കാനുള്ള ഒരു അഡീഷണൽ പോയിന്റ്. ഇനി അടുത്തതിന് നമ്മൾക്ക് പറയുന്നത് ടെമ്പറേച്ചർ. ഒരു ലിക്വിഡിൽ ഗ്യാസ് നല്ലപോലെ ഡിസോൾവ് ആവാൻ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണോ കുറയ്ക്കണോ? ഇപ്പോൾ നിങ്ങൾ പറയണമായിരിക്കും, ഇതിൻ്റെ എക്സോതെർമിക്കും എൻഡോതെർമിക്കും അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഒരു ഗ്യാസ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നല്ലപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ ഒരു ലിക്വിഡിൽ ഗ്യാസ് നമ്മൾ കഷ്ടപ്പെട്ട് ചേർത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുക? ആ ലിക്വിഡിൽ നിന്നെല്ലാം ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് പുറത്തോട്ട് വരും. നേരെ മറിച്ച് ചുറ്റുമുള്ള ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിലോ ആ ലിക്വിഡിൽ നമ്മൾക്ക് കൂടുതൽ ഗ്യാസിനെ നിറയ്ക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കാൻ നമ്മൾക്ക് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ നോക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇതിൻ്റെ സോലിബിലിറ്റി കുറയും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ സോലിബിലിറ്റി കൂടും. ഒരു ലിക്വിഡിൽ ഗ്യാസിന് അലിഞ്ഞു ചേരാനുള്ള കഴിവ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയും, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കൂടും. ക്ലിക്കായോ? ഇനി അടുത്തതാണ് പ്രഷർ. പ്രഷറിന് ഇവിടെ എന്താണ്, ഒരു റോളും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഗ്യാസ് ആണ് ലിക്വിഡിൽ മിക്സ് ചെയ്യുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിലാണ് നമ്മൾ നല്ലപോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അവിടെ സോളിഡും ലിക്വിഡുമായിരുന്നു, അതുകൊണ്ട് പ്രഷറിന് ഒരു റോളും ഇല്ല. ഇവിടെ ഗ്യാസ് ആണ് സൊല്യൂട്ട്, അതുകൊണ്ട് തന്നെ പ്രഷറിന് ഇവിടെ കാര്യമായിട്ടുള്ള റോള് തന്നെയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഒരുപാട് എക്സാമിന് ഈ ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് സോഡ വാട്ടർ? വാട്ടറിൽ അല്പം കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്താണ് സോഡ വാട്ടർ. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഓക്സിജനാണ്, എക്സെയിൽ ചെയ്യുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ നമ്മൾ ഊതുമ്പോഴെല്ലാം പുറത്തോട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, അല്ലേ? അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഊതിയിട്ട് നല്ലപോലെ കുലുക്കിയാൽ നമ്മൾക്ക് എന്ത് കിട്ടണം? സോഡ കിട്ടണം. പക്ഷെ കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് കിട്ടുന്നില്ല?
പ്രഷർ അപ്ലൈ ചെയ്യണം അല്ലേ. വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്ത് നല്ലപോലെ പ്രഷർ അപ്ലൈ ചെയ്താൽ വാട്ടറിൽ ഡിസോൾവ് ആകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അപ്പോൾ പ്രഷർ നല്ലപോലെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഡിസോൾവ് ആകുന്ന ഗ്യാസിൻ്റെ എമൗണ്ടും കൂടും അല്ലേ. പ്രഷർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസ് എല്ലാം പുറത്തോട്ട് വരും. ഈ സോഡ വാട്ടറിൽ നല്ലപോലെ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്തോട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ആ സോഡ നമ്മൾ ഓപ്പൺ ചെയ്താൽ എന്താ സംഭവിക്കുക? സോഡ ഓപ്പൺ ചെയ്താൽ നല്ലപോലെ തന്നെ പ്രഷർ കുറഞ്ഞു, അതിനകത്തോട് ഒരുപാട് ബബിൾസ് പുറത്തോട്ട് വരുന്നത് കാണാം. ആ ബബിൾസ് എല്ലാം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ നല്ലപോലെ പ്രഷർ കൊടുത്താൽ ആ ഗ്യാസിനെ അതിലോട്ട് നിറയ്ക്കാം. പ്രഷർ കുറഞ്ഞാലോ അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസ് എല്ലാം പുറത്തോട്ട് വരും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഗ്യാസിന് അനുഭവപ്പെടുന്ന പ്രഷറിനനുസരിച്ച് ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ആവുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് പറയുന്ന ലോ ആണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. എന്താണ് ഹെൻറീസ് ലോ? ഈ ഹെൻറീസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ കൂടിയാൽ ആ ഗ്യാസിൻ്റെ സോലുബിലിറ്റിയും കൂടും. ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അതായത് ഗ്യാസിൻ്റെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? അതിൽ അലിഞ്ഞു ചേരുന്ന ഗ്യാസിൻ്റെ എമൗണ്ടും കൂടും. അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. പി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷറാണ്. ഈ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് മാറ്റുമ്പോൾ എന്ത് വേണം? അവിടെ ഒരു ഈക്വൽ ടു വേണം, ഒരു കോൺസ്റ്റൻറ്റും വേണം. പി ഈക്വൽ ടു KH x. KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. P ഈക്വൽ ടു KH x എന്നാണ് പറയുന്നത്. ഇതാണ് ഹെൻറീസ് ലോ. KH എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. ഈ KH എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഓരോന്നിനും മാറി മാറി വരും. അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. P ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. KH എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷനെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ? Y ഈക്വൽ ടു MX പ്ലസ് C. Y ഈക്വൽ ടു MX പ്ലസ് C. വൈയുടെ സ്ഥാനത്ത് ആരാണ്? P ആണ്. പാർഷ്യൽ പ്രഷർ എക്സ് ആക്സിസിലാണ്. അതേപോലെ തന്നെ MX, ഇതിൽ ഏതാണ് M, ഏതാണ് X? വേരി ചെയ്യുന്നതാണ് X. അപ്പോൾ ഇവിടെ വേരിയബിൾ ആണ് X. ഇവിടെ മോൾ ഫ്രാക്ഷനാണ് വേരി ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് മോൾ ഫ്രാക്ഷനാണ് വേരി ചെയ്യുന്നത്. ഈ KH എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വേരി ചെയ്യുന്നത് ആരൊക്കെയാണ്? പിയും എക്സും ആണ്, പിയും കയ്യുമാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ പി ആണ് Y, കൈ ആണ് എന്ത്? X. വേരി ചെയ്യാത്ത കോൺസ്റ്റൻറ്റ് KH ആണ് M. M എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ്. വരയ്ക്കുന്ന ഗ്രാഫിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് KH പ്ലസ് C എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ആരുമില്ല. അതായത് C എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്താണ് C? C എന്ന് പറഞ്ഞാൽ Y ഇൻ്റർസെപ്റ്റ് ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈനെ വലിച്ചു വരച്ചാൽ അതിനെ ബാക്കിലോട്ട് വരച്ച് Y ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് C. ഈ ഇക്വേഷനെ വെച്ചുകൊണ്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിൽ Y ആക്സിസിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? Y ആക്സിസിൽ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. Y ആക്സിസിൽ 0 നിന്ന് വേണം ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നതൊക്കെയാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയൊക്കെ വരയ്ക്കാം? ഒരു ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ എക്സ് ആക്സിസ് Y ആക്സിസ്, ഇതിൽ എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഈ 4 ഏത് ഗ്രാഫാണ് ഇവിടെ വരിക? 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ മുകളിലോട്ട് വരയ്ക്കണോ, താഴത്തോട്ട് വരയ്ക്കണോ, ലെഫ്റ്റിലോട്ട് വരയ്ക്കണോ, റൈറ്റിലോട്ട് വരയ്ക്കണോ, എങ്ങനെയാണ് ഞാൻ വരയ്ക്കേണ്ടത്? ഇതിൽ ഏത് ഗ്രാഫാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് M. M എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? KH ആണ്. KH എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ KH എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? മുകളിലോട്ടായിരിക്കും. സ്ലോപ്പിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ താഴെ നിന്നും മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്. സ്ലോപ്പിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മുകളിൽ നിന്നും താഴത്തോട്ടാണ് വരയ്ക്കേണ്ടത്. സ്ലോപ്പിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സ് ആക്സിസിന് പാരലായിട്ട് വേണം വരയ്ക്കാൻ. സ്ലോപ്പിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ വെർട്ടിക്കലായിട്ട് വേണം വരയ്ക്കാൻ. ഇതാണ് സ്ലോപ്പിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയാൽ, സ്ലോപ്പിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ, സ്ലോപ്പ് 0 ആയാൽ, സ്ലോപ്പ് ഇൻഫിനിറ്റി ആയാൽ. ഇങ്ങനെയാണ് ഈ 4 ഗ്രാഫും പറയുന്നത്. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പ്ലസ് KX ആണ്. C എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിനർത്ഥം ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത് 0ൽ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് മുകളിലോട്ട് വേണം വരയ്ക്കാൻ. 0ൽ നിന്ന് മുകളിലോട്ട് വേണം ഗ്രാഫ് വരയ്ക്കാനായിട്ട്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഗ്രാഫിൽ Y ആക്സിസിലും X ആക്സിസിലും ആരെയും മാർക്ക് ചെയ്യണം? Y ആക്സിസിൽ നമ്മൾ പാർഷ്യൽ പ്രഷറിനെ മാർക്ക് ചെയ്യുന്നു, X ആക്സിസിൽ നമ്മൾ മോൾ ഫ്രാക്ഷനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ വരച്ചിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് ഈക്വൽ ടു KH. ഈ KHൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇവിടെ ഞാൻ പറയുന്നത് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് അതിൽ ഡിസോൾവ് ആയ മോൾ ഫ്രാക്ഷൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ഡിസോൾവ് ആയ മോൾ ഫ്രാക്ഷൻ, മോളുകളുടെ എണ്ണം അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു ഗ്രാഫും കൂടെ കിട്ടിയെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഗ്രാഫ് കിട്ടി, ഇവിടെ ഒരു ഗ്രാഫ് കിട്ടി. ഇത് A, B, C. ഒരു സോൾവെൻറ്റിൽ A ചേർത്തപ്പോൾ കിട്ടിയ ഗ്രാഫാണിത്. ഒരു സോൾവെൻറ്റിൽ B ചേർത്തിയപ്പോൾ ഇത്, അതേ സോൾവെൻറ്റിൽ C എന്ന് പറയുന്ന ഗ്യാസ് ചേർത്തപ്പോൾ ഇതാണ്. അതായത് A എന്ന് പറയുന്ന ഗ്യാസും B എന്ന് പറയുന്ന ഗ്യാസും C എന്ന് പറയുന്ന ഗ്യാസും വേറെ വേറെ ഗ്യാസുകളാണ്, പക്ഷേ ഒരേ സോൾവെൻറ്റിൽ ഒരേ ടെമ്പറേച്ചറിൽ. ഇതിലേതിൻ്റെ KH വാല്യൂ ആണ് കൂടുതൽ? ഇതിലേത് ഗ്രാഫിലാണ് KHൻ്റെ വാല്യൂ കൂടുതൽ? ഈ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ അത് 0 ആയിരിക്കും. എക്സ് ആക്സിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സ് ആക്സിസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ A എന്ന് പറയുന്നതിനേക്കാൾ സ്ലോപ്പ് കൂടുതലാണ് Bക്ക്, B എന്ന് പറയുന്നതിനേക്കാൾ സ്ലോപ്പ് കൂടുതലാണ് Cക്ക്. അതായത് Aയുടെ KH വാല്യൂവിനേക്കാൾ കൂടുതലാണ് Bയുടെ KH വാല്യൂ, അതിനേക്കാൾ കൂടുതലാണ് Cയുടെ KH വാല്യൂ. അതിനർത്ഥം ഈ KH എന്ന് പറയുന്ന വാല്യൂ ഗ്യാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആകുന്ന ഗ്യാസിനനുസരിച്ചാണ് എന്ത് മാറുക? KHൻ്റെ വാല്യൂ മാറുക. ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, KHൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സോലുബിലിറ്റി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഇതിൽ Aക്കാണോ Bക്കാണോ Cക്കാണോ സോലുബിലിറ്റി കൂടുതൽ എന്ന് പറയാൻ ശ്രമിച്ചേ. Aക്കാണോ സോലുബിലിറ്റി കൂടുതൽ, Bക്കാണോ Cക്കാണോ? അതും ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ 4 വര വരച്ച് വെച്ചിരിക്കുന്നതല്ല ഗ്രാഫ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്തെടുക്കാനുണ്ട്. ഇവിടെ പറയുന്നതിനനുസരിച്ച് A എന്ന് പറയുന്നത് വളരെ താഴെയാണ്, B മുകളിലാണ്, അതിനേക്കാൾ മുകളിലാണ് C അല്ലേ. ഇതിൽ ഏതിനാണ് സോല്യൂബിലിറ്റി കൂടുതൽ? A എന്ന് പറയുന്നതാണോ B ആണോ C ആണോ ഒരു സോൾവെൻറ്റിൽ നല്ലപോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്ന് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പെർട്ടിക്കുലർ പ്രഷർ എടുക്കാം. ഇത്ര പ്രഷർ ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത്ര പ്രഷർ അപ്ലൈ ചെയ്താൽ അതിൽ Aയുടെയും Bയുടെയും Cയുടെയും ഡിസോൾവ് ആയതിൻ്റെ അളവൊന്ന് പറയണം. ഇത്ര പ്രഷർ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇത്രത്തോളം A ഡിസോൾവ് ആയിട്ടുണ്ട് അല്ലേ, ഇത്രത്തോളം A ഡിസോൾവ് ആയിട്ടുണ്ട്. പക്ഷേ B ഇത്ര മാത്രമേ ഡിസോൾവ് ആയിട്ടുള്ളൂ. C ആണെങ്കിലോ C ഇത്ര മാത്രമേ ഡിസോൾവ് ആയിട്ടുള്ളൂ. ഇത്രത്തോളം B ഡിസോൾവ് ആയി, ഇത്ര മാത്രമേ C ഡിസോൾവ് ആയുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? KHൻ്റെ വാല്യൂ ആർക്കാണോ കൂടുതൽ അവന് സോലുബിലിറ്റി കുറവായിരിക്കും. KHൻ്റെ വാല്യൂ ആർക്കാണോ കുറവ് അവന് സോലുബിലിറ്റി കൂടുതലായിരിക്കും അല്ലേ. KHൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇതിൽ KHൻ്റെ വാല്യൂ ആർക്കാണോ കൂടുതൽ? Cക്കാണോ കൂടുതൽ. പക്ഷേ C ഇത്ര മാത്രമേ ഡിസോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സോലുബിലിറ്റി എന്തായിരിക്കും? സോലുബിലിറ്റി വളരെ കുറവായിരിക്കും. അതേപോലെ KHൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിലോ, KHൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ ഇത്രത്തോളം ഡിസോൾവ് ആകും, അതിൻ്റെ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സോലുബിലിറ്റിയും KH വാല്യൂയും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഏതെങ്കിലും ഒരു ഗ്യാസിന് KH വാല്യൂ കൂടുതലാണ് എങ്കിൽ അതിനർത്ഥം അതിൻ്റെ സോലുബിലിറ്റി കുറവാണ്. ഏതെങ്കിലും ഒരു ഗ്യാസിന് KHൻ്റെ വാല്യൂ കുറവാണ് എങ്കിൽ അതിൻ്റെ സോലുബിലിറ്റി വളരെ കൂടുതലാണ് എന്നാണ്. ഇനി ഒരു പോയിന്റും കൂടെ പറയട്ടെ, ഇതിനെ ഒന്ന് ടെമ്പറേച്ചറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതായത് KH വാല്യൂവും ടെമ്പറേച്ചറും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചർ കൂടിയാൽ KH വാല്യൂ കൂടുമോ കുറയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം. നമ്മൾക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി കുറയും അല്ലേ. ഗ്യാസ് ഇൻ ലിക്വിഡിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ സോലുബിലിറ്റി കുറയും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ അതിൻ്റെ സോലുബിലിറ്റി കൂടും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? സോലുബിലിറ്റി ഡിക്രീസ് ആയി. സോലുബിലിറ്റി ഡിക്രീസ് ആയി എങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? സോലുബിലിറ്റി ഇൻക്രീസ് ആയി. സോലുബിലിറ്റി ഇൻക്രീസ് ആയി എങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഡിക്രീസ് ആയിട്ടുണ്ടായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. എങ്കിൽ ഇവയെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് പറയാൻ ശ്രമിച്ചേ. KH വാല്യൂ കൂടുതലായിരിക്കും എപ്പോൾ? ടെമ്പറേച്ചർ കൂടുമ്പോൾ. ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ആ ഗ്യാസിൻ്റെ KH വാല്യൂം കൂടുതലായിരിക്കും. ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അതിൻ്റെ KH വാല്യൂം കുറവായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് 4 ആപ്ലിക്കേഷൻസാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. സോഡ വാട്ടർ, കൊക്കക്കോള, പെപ്സി, ഇതിലെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടല്ല ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണ് അതിനകത്ത് മിക്സ് ചെയ്യുന്നത്? നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നല്ലപോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്തിട്ടല്ലേ കാർബൺ ഡൈ ഓക്സൈഡിനെ ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് അത് ഡിസോൾവ് ആകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ ഹെൻറീസ് ലോ പ്രകാരമാണ് അത്. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ഇൻ ദ ഡീപ് സീ ഡൈവിംഗ്, സ്ക്യൂബ ഡൈവേഴ്സ്. സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആഴക്കടലിൽ ചെന്ന് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്വിമ്മേഴ്സാണ് സ്ക്യൂബ ഡൈവേഴ്സ്. ഇവിടെ എങ്ങനെയാണ് ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷൻ? അവർ വെച്ചിരിക്കുന്ന ആ സിലിണ്ടറിലാണ് കാര്യം. സിലിണ്ടറിനകത്ത് ഗ്യാസാണ്, അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഗ്യാസാണ്. പക്ഷേ അതിനകത്ത് ഓക്സിജൻ മാത്രമല്ല നൈട്രജനും മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ഇൻഹേൽ ചെയ്യുന്നത് ഓക്സിജനെ മാത്രമല്ല നൈട്രജനും കൂടെയാണ്. അടിയിലോട്ട് പോകുന്തോറും പ്രഷർ നല്ലപോലെ കൂടുന്നു. ഓക്സിജനും നൈട്രജനും ബ്ലഡിലും മറ്റ് ഫ്ലൂയിഡ്സിലും നല്ലപോലെ തന്നെ ഡിസോൾവ് ആവും. അതിൽ ഹെൻറീസ് ലോ പറയുന്നത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് നല്ലപോലെ തന്നെ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആകും. അങ്ങനെ ബ്ലഡിലും മറ്റ് ഫ്ലൂയിഡ്സിലും എല്ലാം ഈ നൈട്രജനും ഓക്സിജനും നല്ലപോലെ മിക്സ് ആയിരിക്കും. ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തിന് യൂസ് ചെയ്ത് അങ്ങനെ ഇല്ലാതായി മാറി. ബാക്കിയുള്ള നൈട്രജൻ ഈ ബ്ലഡിലും മറ്റ് ഫ്ലൂയിഡ്സിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഇനി ആ ആൾ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരികയാണെന്ന് വിചാരിക്കുക, അതായത് ഈ കടലിൻ്റെ സർഫസിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്താ സംഭവിക്കുക? പ്രഷർ കുറയും. താഴെ നിന്ന് മുകളിലോട്ട് വരുന്തോറും പ്രഷറിൻ്റെ അളവ് പതുക്കെ കുറയുന്നു. ആ പതുക്കെ പ്രഷർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡിസോൾവ് ആയിട്ടുള്ള നൈട്രജനെല്ലാം ഈ ലിക്വിഡിൽ നിന്നും, അതായത് ബ്ലഡിൽ നിന്നും പുറത്തോട്ട് വരും. ഇങ്ങനെ പുറത്തോട്ട് വരുന്ന നൈട്രജൻ ഈ ശരീരത്തിനകത്ത് അവിടെ ബബിൾസ് ഫോം ചെയ്യും. നെർവസ് സിസ്റ്റത്തിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. ഈ അവസ്ഥയാണ് ബെൻഡ് എന്ന് പറയുന്നത്. ബെൻസ് അഥവാ കംപ്രസ്ഡ് സിക്നസ് എന്നാണ് പറയുന്നത്. ഈ പ്രഷർ പെട്ടെന്ന് കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ നൈട്രജന് പുറത്തോട്ട് വരാൻ പറ്റാതെ ഉണ്ടാവുന്ന ഈ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ബെൻസ് എന്ന് പറയുന്നത്. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്ക്യൂബ ഡൈവേഴ്സ് പെട്ടെന്ന് തന്നെ താഴത്തോട്ട് പോകും. പക്ഷെ മുകളിലോട്ട് വരുമ്പോൾ പതുക്കെ വരുള്ളൂ. അതായത് ഓരോ മീറ്ററും കഴിഞ്ഞ് പതുക്കെ അവിടെ നിൽക്കും. പെട്ടെന്ന് പുറത്ത് വന്നാലേ പ്രശ്നമുള്ളൂ. പെട്ടെന്ന് പുറത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രഷർ കുറയും. പെട്ടെന്ന് ഈ നൈട്രജൻ ഗ്യാസിന് പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഈ ബെൻഡ് എന്ന് പറയുന്നത്. അത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ സ്ക്യൂബ ഡൈവേഴ്സ് ഓരോരോ മീറ്റർ കഴിയുമ്പോൾ പതുക്കെ അവിടെ നിന്നിട്ടാണ് വരിക. കാരണം ഈ മുകളിലോട്ട് കയറുമ്പോൾ അവിടുത്തെ പ്രഷറുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് നൈട്രജൻ റിലീസ് ചെയ്ത് പതുക്കെ മുകളിലോട്ട് വരുമ്പോൾ പ്രഷർ കുറയുന്നു, കുറച്ച് നൈട്രജൻ റിലീസ് ചെയ്ത് അങ്ങനെ പതുക്കെയാണ് മുകളിലോട്ട് വരിക. അങ്ങനെ വന്നുവെങ്കിൽ ഈ ബെൻഡ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഈ ബെൻഡ് എന്താണെന്ന് സാധാരണ എക്സാമിനെല്ലാം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരിക്കാം, ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ മാത്രം പോരെ, എന്തിനാണ് അതിനകത്ത് നൈട്രജൻ കൂടെ കയറ്റുന്നത്? അതിനകത്ത് നൈട്രജൻ കൂടെ കയറ്റിയത് കൊണ്ടല്ലേ ഈ ബെൻഡ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ മാത്രം പോരെ? സാധാരണ ആർക്കും തോന്നാവുന്ന ഒരു തോന്നലാണ്. പക്ഷേ ഈ ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ മാത്രമാണെങ്കിൽ ആ ശ്വസിക്കുന്നവന് ഓക്സിജൻ്റെ അളവ് നല്ലപോലെ കൂടുതലായിരിക്കും. ഒരു റൂമിൽ നിറയെ ഓക്സിജൻ ഫില്ല് ചെയ്ത് നിങ്ങൾ അതിനകത്ത് കയറ്റിയിരിക്കുകയാണെങ്കിൽ ഓക്സിജൻ നിറയെ കിട്ടിയല്ലോ, അതിനർത്ഥം ഒരുപാട് ജീവൻ കിട്ടിയല്ലോ എന്നല്ല. ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിലും നമ്മൾക്ക് വളരെ അപകടമാണ്. ആ ഓക്സിജൻ്റെ അളവ് വളരെ കൂടാതിരിക്കാൻ അതിനകത്ത് എന്ത് ചേർക്കുന്നു? നൈട്രജൻ കൂടെ ചേർക്കുന്നു. അപ്പോൾ ഈ അവസ്ഥ ഇല്ലാതാക്കാൻ വേറൊരു വഴിയില്ലേ? ഉണ്ടല്ലോ. ആ ഓക്സിജനും നൈട്രജനും ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹീലിയം കൂടെ ഫില്ല് ചെയ്താൽ മതി. അതിനകത്തുള്ള നൈട്രജൻ്റെ കുറച്ച് കോൺസെൻട്രേഷൻ കുറച്ചിട്ട് പകരം എന്ത് ചെയ്യുക? ഹീലിയം കൂടെ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. എങ്കിൽ ആ നൈട്രജനെ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഹീലിയം മാത്രം ചേർത്താൽ പോരെ എന്നും നിങ്ങൾക്ക് തോന്നാം. ഈ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്യാസാണ്. അതിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെയല്ല ഹീലിയം. നൈട്രജൻ ഉപയോഗിക്കുന്ന അത്രയും അളവ് തന്നെ നമുക്ക് ഹീലിയം ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പരിമിതികളുണ്ട്. അടുത്ത ആപ്ലിക്കേഷനാണ് ഇൻ ദ ഫംഗ്ഷൻ ഓഫ് ലങ്സ്. ഇത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ ലങ്സിലെത്തുമ്പോൾ അവിടെയുള്ള ഓക്സിജൻ അനുഭവപ്പെടുന്ന പ്രഷർ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനിൽ ഈ ഓക്സിജൻ നല്ലപോലെ തന്നെ ഡിസോൾവ് ആകും. എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഈ ഓക്സി ഹീമോഗ്ലോബിൻ ബ്ലഡ് വഴി ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തുന്ന സമയത്ത് അവിടെയുള്ള പാർഷ്യൽ പ്രഷർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനിൽ നിന്നുള്ള ഓക്സിജൻ ഡിസോൾവ് ആയ ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും? ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഇതിനകത്തും ഹെൻറീസ് ലോ ആണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ ലങ്സിലെത്തുമ്പോൾ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് നല്ലപോലെ തന്നെ ഓക്സിജൻ മിക്സ് ആയിട്ട് എന്തെന്ന് പറയും? ഓക്സി ഹീമോഗ്ലോബിൻ. ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ബ്ലഡിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ അവിടെയുള്ള പ്രഷർ വളരെ കുറവായിരിക്കും. ഓക്സി ഹീമോഗ്ലോബിൽ നിന്നും ഓക്സിജൻ പുറത്തോട്ട് വന്ന് എന്തായിട്ട് മാറും? ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഇങ്ങനെയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഓക്സിജൻ എത്തുന്നത്. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ഫോർ ക്ലൈംബേഴ്സ് ഓർ പീപ്പിൾ ലിവിങ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഉയരം കൂടുന്നതോറും ചായയുടെ മധുരം കൂടും. അല്ല, ഉയരം കൂടുന്നതോറും പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. ആ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ശ്വസിക്കുന്ന ഓക്സിജൻ ഇൻഹേൽ ചെയ്യുമ്പോൾ അവിടെയുള്ള പാർഷ്യൽ പ്രഷർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ അവരുടെ ബ്ലഡിൽ നല്ലപോലെ തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ കിട്ടുന്ന ഓക്സിജൻ അളവ് വളരെ
വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് നേരെ തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ആ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് അനോക്സിയ. ഈ അവസ്ഥയാണ് എന്ത് അനോക്സിയ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യമെല്ലാം വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സോലിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, ഡിസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഈക്വിലിബ്രിയത്തിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതി തന്നായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ്, സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. അതിൽ നേച്ചർ ഓഫ് സോൾവെൻറ്റ്, നേച്ചർ ഓഫ് സൊല്യൂട്ട്, ടെമ്പറേച്ചർ, പ്രഷർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ്? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ ഗ്യാസ് സോല്യൂബിൾ ആകുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നുള്ള കാര്യമാണ് പഠിച്ചത്. അതിൽ വരുന്ന ഒന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ഹെൻറീസ് ലോ പറയുന്നത് എന്താണ്? പാർഷ്യൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്നാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചായിരുന്നു. KH വാല്യൂ മറക്കരുത്. KH വാല്യൂ എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായി നോട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ പറഞ്ഞത് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. 4 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ബെൻഡും അനോക്സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.